നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഭഗവാൻ വസിഷ്ഠൻ നിർദ്ദേശിച്ചതുപോലെ ശ്രീരാമചന്ദ്രൻ നീരാട്ടുകുളി കഴിഞ്ഞ് ഇന്ദീവരാക്ഷിയായ സീതാദേവി ഒന്നിച്ച് സംയമചിത്തനായി ഉപവസിച്ചു. ഹവിസാക്കിയ പാത്രത്തെ വിധിയനുസരിച്ച് ശിരസ സ്വീകരിച്ചു. ആളുന്ന അഗ്നിയിൽ ആ രാജ്യത്തെ ശ്രേഷ്ഠദേവതകൾക്ക് ഹോമിച്ചു. ആത്മശുദ്ധീകരണത്തിന് ഉച്ഛിഷ്ടം കഴിച്ചു. ശ്രീനാരായണ മന്ദിരത്തിൽ പരമാത്മാ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് ഉത്തമ ദർഭശയ്യയിൽ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നല്ല പോലെ നിയന്ത്രിച്ച് വൈദേഹി ഒന്നിച്ച് മൗനവ്രതത്തോടെ ശയിച്ചു. 7:30 നാഴിക പുലരാൻ ഉള്ളപ്പോൾ എഴുന്നേറ്റു. ദേവാലയത്തിന് അലങ്കാരങ്ങൾ ചെയ്യിച്ചു. ബന്ദിമാഗത സൂതന്മാർ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കെ പൂർവസന്ധ്യയെ വന്ദിച്ച് മനോനിഗ്രഹത്തോടെ ജപം തുടങ്ങി. മധുമാതി ഭഗവാനെ സ്മരിച്ച് പ്രണമിച്ചു. വെള്ളപ്പട്ടുടുത്ത് പുറത്തേക്ക് എഴുന്നള്ളിയ ശ്രീരാമദേവനെ വിപ്രവര്യന്മാർ സ്വസ്തിവാക്യത്തോടെ ആശീർവദിച്ചു. അവരുടെ മധുരോദരാരമായ പുണ്യാഹാഘോഷം ഭേരീനിനാദത്തോടൊത്ത് അയോധ്യാനഗരിയിലാകെ മുഴങ്ങി. രഘുനന്ദനൻ മൈഥിലി ദേവി ഒന്നിച്ച് സമംഗളം ഉപവാസം അനുഷ്ഠിച്ചതു കേട്ട പൗരവൃന്ദം ഹർഷാകുലരായി. ബാലഭാസ്കരൻ ഉദയാദ്രിയിൽ എത്തി കനകവർണ്ണ കിരണങ്ങൾ വാരി തൂകിയപ്പോൾ നാട്ടുകാർ രാമാഭിഷേക മഹോത്സവത്തിൽ കുതൂഹല ചിത്തവൃത്തികളായി തീർന്നിരുന്നു. തേർവീഥികൾ, നാൽക്കൂട്ട പെരുവഴികൾ, ശുഭ്രവർണ്ണത്തിൽ ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ദേവാലയങ്ങൾ, ചൈത്യങ്ങൾ, കൊത്തളങ്ങൾ തുടങ്ങിയവയിൽ വിൽപ്പന വസ്തുക്കൾ നിറഞ്ഞു വഴിയുന്ന ആഭരണങ്ങളോടുകൂടിയ വീഥികൾ, ധനധാന്യാശ്രീ നിറഞ്ഞ ഉത്തമ ഭവനങ്ങൾ, സഭകൾ, മേഘസ്പർശികളായ മാമരങ്ങൾ മുതലായവയിൽ ധ്വജങ്ങളും വിചിത്രവർണ്ണോജ്വലങ്ങളായ കൊടിക്കൂറകളും യഥാസ്ഥാനങ്ങളിൽ ചേർത്തിണക്കി ആട്ടക്കാർ, കൂത്തുകാർ, ഭാഗവതന്മാർ തുടങ്ങിയവരുടെ ആലാപനങ്ങൾ ചെവികൾക്കും ഹൃദയത്തിനും ഒരുപോലെ ഇമ്പമേകി. ഗൃഹാങ്കണങ്ങളിൽ കൂടി നിൽക്കുന്ന ആളുകളും ക്രീഡകളിൽ മുഴകിയ കുട്ടികളും അവരുടെ വർത്തമാനങ്ങളിൽ ഒരൊറ്റ വിഷയമാണുള്ളത്: ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകോത്സവം. വിശാലങ്ങളായ രാജപാതകളെ പരിശുദ്ധമാക്കിയ പൗരാവലികൾ, പരിമളം ഏറുന്ന പൂക്കൾ വാരിവിതറി, സുഗന്ധമാർന്ന ധൂപങ്ങൾ സർവത്ര വ്യാപിച്ചു. ആഘോഷങ്ങൾ ഒരുപക്ഷെ സൂര്യാസ്തമനം വരെ നീണ്ടുനിന്നെങ്കിലോ എന്ന് സംശയിച്ച് തേർവീഥികളിൽ അതാതിടങ്ങളിൽ ദീപസ്തംഭങ്ങൾ കൂടി നാട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ അയോധ്യാനഗരിയാകെ അലങ്കാരങ്ങളാൽ ഒരൊറ്റ രാത്രി കൊണ്ട് ആകെ മാറി. നാൽക്കൂട്ട പെരുവഴികളിലും സഭകളിലും നാട്ടുകാർ മഹാരാജാവിനെ പ്രശംസിച്ച കൊണ്ടാണ് കൂട്ടം കൂടുന്നത് പോലും. ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ഈ മന്നോർ മന്നവൻ മഹാത്മാവാണ്. ജരാനരകളാൽ അക്രാന്തനായി താനെന്ന് സ്വയം മനസ്സിലാക്കിയ മഹാരാജാവ് നാട് മുഴുവൻ സീമന്തപുത്രനെ ഏൽപ്പിക്കുന്നുവല്ലോ. ഈ കാലത്തിൽ ജീവിക്കുവാൻ സാധിച്ച നമ്മളെല്ലാവരും ധന്യധന്യരാണെന്നതിൽ സംശയമില്ല. ലോകങ്ങളുടെ മേലും കീഴും കണ്ട ശ്രീരാമചന്ദ്രകുമാരൻ നമ്മുടെ രക്ഷാപുരുഷനാവുകയായി. അഹംഭാവം ഇല്ലാത്തവനും ധർമ്മിഷ്ഠനും വിദ്വാനും ഭാതൃവത്സലനുമായ രഘുവരനന്ദനൻ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് നമ്മെ കണക്കാക്കുക. പുണ്യാത്മാവും ധർമ്മശീലനുമായ മഹാരാജ ദശരഥൻ നീണാൾ വാഴട്ടെ. നമ്മുടെ പൊന്നു തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ ശ്രീരാമ പട്ടാഭിഷേകം കാണുവാനുള്ള ഭാഗ്യം സിദ്ധിക്കട്ടെ. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇത്തരം സംഭാഷണങ്ങൾ കേൾക്കാം. അഭിഷേക പുണ്യോത്സവം കാണുവാൻ ഉഴറിയെത്തുന്ന ഗ്രാമീണർ, അന്യരാജ്യക്കാർ എന്നിവരുടെ ശബ്ദകോലാഹലം കടലിലെ അലയൊലി പോലെ ശ്രീരാമനഗരിയിൽ എല്ലായിടത്തും മുഴങ്ങിത്തുടങ്ങി. അമരാവതിയെ ജയിക്കുന്ന അയോധ്യാനഗരി ജലജന്തുപൂർണമായ മഹാസാഗരം എന്ന പോലെ ജിജ്ഞാസാഭരിതരായി എത്തിയ നാട്ടുകാരുടെ ശബ്ദങ്ങളാൽ മാറ്റുലി കൊണ്ടു. കൈകേയി ദേവിയുടെ വിശ്വസ്ത ദാസിമാരിൽ ചിലർ ആ നാട്ടുകാരല്ല. ചന്ദ്രികാസുന്ദരമായൊരു മണിമന്ദിരത്തിൽ മന്ദര കയറി ചുറ്റുപാടും നോക്കി. രാജപാതകളെല്ലാം നനച്ച് പൂവിതറിയിരിക്കുന്നു. വില പിടിച്ച കൊടിക്കൂറകൾ തൂക്കിയ ധ്വജങ്ങൾ അണിയണിയായി നാട്ടിയിരിക്കുന്നു. ചന്ദനനീരിൽ പ്രഭാത സ്നാനം കഴിഞ്ഞ നാട്ടുകാർ എല്ലായിടത്തും സുസ്മേര വദനരായി നിറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഗന്ധം വമിക്കുന്ന മാമലകളേന്തിയ വിപ്രവര്യന്മാരുടെ കോലാഹലം ഒരിടത്ത്, വേദോച്ചാരണാഘോഷം മറ്റൊരിടത്ത്.
എല്ലാ തരത്തിലുമുള്ള വാദ്യ നിധാനങ്ങളും ഉയർന്ന് സന്തുഷ്ടചിത്തരായ നരന്മാരാൽ പൂർണ്ണങ്ങളായ ക്ഷേത്രങ്ങൾ പ്രശോഭിപ്പിക്കുന്നു. ഹർഷോന്മത്തരായ ഉത്തമാശ്വങ്ങളും ആനകളും മുക്കുറയിട്ട് തുള്ളിച്ചാടുന്ന കാളക്കിടാക്കൾ ആനന്ദപുളകം അണിഞ്ഞ് ഉച്ചത്തിൽ ഓരോന്ന് പറഞ്ഞ് കൊടിക്കാൽ നിരകൾ നാട്ടുന്ന നാട്ടുകാർ, ഇങ്ങനെ അത്ഭുതാജനകമായൊരു പുതിയ രൂപത്തിൽ അയോധ്യ നഗരിയെ കണ്ട മന്ധര വെൺപട്ടുടുത്ത് വിസ്മയത്താൽ വിടർന്ന നേത്രങ്ങളോടെ എല്ലാം നോക്കിക്കാണുന്നവളും അടുത്തു തന്നെ നിൽക്കുന്നവളുമായ ഒരു ദാസിയോട് ചോദിച്ചു, രാമൻ്റെ അമ്മ പണത്തിൽ അത്യാഗ്രഹം ഉള്ളവളാണ്, എന്നിട്ടും ഇത്ര സന്തോഷത്തോടെ വാരിക്കോരി ചെലവിടുന്നത് എന്താണ്? ജനങ്ങൾക്ക് ഇത്രമാത്രം സന്തോഷം ഉണ്ടാകുവാൻ കാരണമെന്ത്? അമേയാന്തമേകുന്ന എന്തൊരു കാര്യം രാജ്യത്തിന് അരജവരൻ ഇന്നു ചെയ്തു? കൂനിയായ മന്ധരയുടെ വാക്കുകൾ കേട്ട ധാത്രി ഏറ്റവും സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രന് കൈവന്ന ഐശ്വര്യത്തെപ്പറ്റി, ക്രോധാദികളായ ദുർവികാരങ്ങളെ വിജയിച്ചരുളുന്ന ശ്രീരാമകുമാരന് നാളെ പൂയം നക്ഷത്രത്തിൽ അഭിഷേകം നടത്തുവാൻ മഹാരാജാവ് തീരുമാനിച്ചിരിക്കുന്നു. അനഘനായ കൊച്ചു തിരുമേനി നമ്മുടെ യുവരാജാവായി തീരും. ധാത്രിയുടെ വാക്കുകൾ ആ കബ്ജയെ അളവറ്റ അരിശത്തിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. കൈലാസ തുല്യമായ അരമനയിൽ നിന്ന് ശക്തിയേറിയ കാൽവെപ്പോടെ ഇറങ്ങിയ മന്ധര കൈകേയിയുടെ ശയനഗാരത്തിലേക്കാണ് ചെന്നത്. ആ പാപദർശിനി ക്രോധാഗ്നി വമിക്കുന്ന നേത്രങ്ങളെ കൊണ്ട് ദഹിപ്പിക്കത്തക്ക വിധം നോക്കി പറഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.